ഞങ്ങൾ നൈറ്റ് റൈഡിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോഴത്തേക്കും ഒരാളിങ്ങനെ പിന്നാലെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇക്കാലത്ത് ഇങ്ങനെ ഈ നായ വന്ന് നിൽക്കുന്നത് ഞാൻ കണ്ടില്ല. ഞാൻ ഇക്കാലത്ത് പറയുമായിരുന്നു ഇനിയിപ്പം ആശാൻ അവിടെ കിടപ്പുണ്ട്, തലവെട്ടം കാണുകയാണെങ്കിൽ പിന്നാലെ കൂടുമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ പറഞ്ഞിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോഴേക്കും അറിയണം പറയുമ്പോൾ ഇത് എത്തിയിട്ടുണ്ടെന്ന്. ഇതെന്തിനാണെന്നറിയോ? ഒരു ബിസ്ക്കറ്റിനാണ് ഈ ഒരു ഓട്ടം ഓടുന്നത്. കാരണം ഇക്കാലത്ത് തലവെട്ടം എവിടെ വെച്ച് കണ്ടാലും പിന്നാലെ കൂടും കേട്ടോ. കാരണം നമ്മൾ ആ നാട്ടിലുള്ളതാണ്, നമ്മളെ കാറ് കിടക്കുന്നതിൻ്റെ അവിടെ ഇത് സ്ഥിരമായിട്ട് കിടക്കുന്നതാണ്. പക്ഷേ വളരെ സ്നേഹമുള്ളൊരു നായയാണ്. മനുഷ്യനേക്കാളും എന്താ പറയുക, വിശ്വാസമുള്ളതും നന്ദിയുള്ളതുമായ ഒരു വർഗ്ഗം ഉണ്ടെങ്കിൽ അത് നായ മാത്രമാണ്. ഇത് ബെറോട്ടയോ ഇറച്ചിയോ മീനോ വേറുള്ള ഫുഡുകളൊന്നും കഴിക്കില്ല കേട്ടോ. ആകെപ്പാടെ കഴിക്കുന്നത് ഇത് 50-50 ബിസ്ക്കറ്റ് മാത്രമാണ് കഴിക്കുന്നത്. അതൊക്കെ സ്ഥിരമായിട്ട് അതിന് വാങ്ങിച്ചിട്ട് കൊടുക്കുകയും ചെയ്യും. അത് ഈ കുഞ്ഞുങ്ങൾ വന്ന് നിൽക്കുന്ന പോലെയാണ് ആ കടയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ വന്ന് കാവൽ നിൽക്കണം. ചില ആൾക്കാർ ഇങ്ങനെ എറിഞ്ഞൊക്കെ ഓട്ടിക്കും കേട്ടോ. പക്ഷേ ഇത് ആരെയും അങ്ങനെ ഉപദ്രവിക്കാറില്ല, കടിക്കുകയോ അല്ലെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുകയോ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. അതിങ്ങനെ ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങി കിടക്കും. അങ്ങനെ വേറുള്ള ഫുഡുകൾ അപ്പം ഇത് പറയുന്നത് വെച്ചാൽ ഇത് ഫുഡൊന്നും കഴിക്കാണ്ട് ഇങ്ങനെ വലഞ്ഞ് ആ കുടലിങ്ങനെ ചുരുങ്ങിയിട്ട് ബിസ്ക്കറ്റ് മാത്രമാണ് ഇപ്പോൾ കഴിക്കുന്നത്. 50-50 ബിസ്ക്കറ്റ് അത് വാങ്ങിച്ച് കൊടുക്കുമ്പം തന്നെ അതിനൊരു സമാധാനമാവും, അതങ്ങ് പോവുകയും ചെയ്യും.